നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. CR7 ഓർ R9 എന്ന് പറയും. പലർക്കും പല ഉത്തരവായിരിക്കും. എന്നാൽ ലിയാൻഡ്രോ പെരേഡസിന് സംശയമില്ല, ഒറ്റ ഉത്തരമേ ഉള്ളൂ അതിൽ. അത് റൊണാൾഡോയാണ്. ആദ്യം ഫുട്ബോൾ ലോകത്ത് റൊണാൾഡോ എന്ന പേരിൽ വലിയ രൂപത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാക്കിയ ഒറിജിനൽ റൊണാൾഡോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന R9. ഇനിയിപ്പോൾ ഈ ഒറിജിനലിൻ്റെ പിന്നാലെ മോട്ടോർ സൈക്കിൾ എടുത്ത് കൂടണ്ട. ആദ്യം വന്നത് എന്ന അർത്ഥത്തിൽ ഒറിജിനൽ എന്നുള്ള പ്രയോഗം ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പ് ഇങ്ങനെ ഒരു പ്രയോഗം പറഞ്ഞതിൻ്റെ പേരിൽ വന്ന കമൻറ്റുകൾ എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലിയാൻഡ്രോ പെരേഡസിനോട് ചോദിക്കുന്നു, CR7 ഓർ R9? അദ്ദേഹത്തിൻ്റെ മറുപടി R9. ഐ ലൈക്ക് R9 വേ മോർ. ക്രിസ്ത്യാനോയേക്കാൾ ഒരുപാട് ഞാൻ R9 ഇഷ്ടപ്പെടുന്നു. അവർ ക്ലോസ് ആണോ എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രകടനങ്ങൾ നമ്മൾ ക്ലോസ് ആയിട്ട് കണക്കാക്കേണ്ട ഒപ്പത്തിനൊപ്പമുള്ളവരാണോ? അല്ല, ഒരിക്കലുമല്ല. R9 അടുത്ത് പോലും ക്രിസ്ത്യാനോ ഇല്ല. ക്രിസ്ത്യാനോക്ക് ശരിയാണ്, ഒറ്റയ്ക്ക് മത്സരമൊക്കെ വിജയിക്കാനൊക്കെ പറ്റിയേക്കും. ഡെഫിനറ്റ്ലി വിൻ യു എ മാച്ച് ഓൺ ഹിസ് ഓൺ. സ്വന്തമായിട്ട് മത്സരങ്ങൾ വിജയിക്കും 100%. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം R9 പോലെയുള്ള കളിക്കാരനല്ല. ഫ്രം ദി ബോട്ടം ബോൾ എടുത്ത് പോയിക്കൊണ്ട് ഒരുപാട് പ്ലെയേഴ്സിന് ഡ്രിബിൾ ചെയ്ത് കടന്നിട്ടൊരു ഗോൾ സ്കോർ ചെയ്യാൻ അത് R9 കഴിവ് വേറെയായിരുന്നു. അതിനടുത്ത് വരില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ CR7 എന്നാണിപ്പോൾ ലിയാൻഡ്രോ പെരേഡസ് പറയുന്നത്. ഫിനോമിനൻ R9, ഫിനോമിനൻ, പ്രതിഭാസം. ആ പേര് വെറുതെ ലഭിച്ചതല്ല. ഇപ്പോൾ 2002 വേൾഡ് കപ്പിനൊക്കെ ശേഷം അദ്ദേഹത്തിന് പരിക്കും മറ്റ് പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷമുള്ള കളിയുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമായിരിക്കും. പക്ഷേ R9 ഫുട്ബോൾ ലോകത്തുണ്ടാക്കിയിട്ടുള്ളൊരു ഓളം, അതിന് മുമ്പത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ, അത് അക്കാലത്തെ പ്രഗത്ഭരായിട്ടുള്ള ഡിഫൻഡർമാർ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, മാൽദീനിയും നെസ്റ്റയും ഒക്കെ. അങ്ങനെയുള്ളൊരു കളിക്കാരനെ തടയുക എന്നുള്ളത് അസാധ്യമായ കാര്യമായിരുന്നു എന്ന്. അങ്ങനെ ഒരു ഓളം ഉണ്ടാക്കിയ കളിക്കാരൻ, പ്രതിഭാതനായിട്ടുള്ള താരം, വലിയ രൂപത്തിൽ പ്രതിഭാസം എന്ന പേര് അദ്ദേഹത്തിൻ്റെ പേരോടൊപ്പം ചേർത്ത് വിളിക്കപ്പെട്ട കളിക്കാരൻ, ആ R9 തന്നെയാണ് CR7 മുന്നിൽ എന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്ന് പെരേഡസ് പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. അഭിപ്രായങ്ങൾ നമ്മൾ ആ അർത്ഥത്തിൽ മാനിക്കുകയും വേണമല്ലോ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.